രാജന് 32 വയസ്സായിട്ടും വിവാഹമൊന്നുമായില്ല. ഒരു ദിവസം സുഹൃത്ത് രാജനോട് ചോദിച്ചു, എടാ, നീ ഇതുവരെ കല്യാണം കഴിക്കാത്തത് എന്തുകൊണ്ടാണ്? നല്ലൊരു പെണ്ണിനെ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലേ? രാജൻ പറഞ്ഞു, സത്യത്തിൽ ഞാൻ പല പെണ്ണുങ്ങളെയും കണ്ടു, പലരെയും ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ അവരെയൊന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സുഹൃത്ത് പറഞ്ഞു, ഇതാണോ വലിയ പ്രശ്നം? ഇത് പരിഹരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നിൻ്റെ അമ്മയെപ്പോലുള്ള ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുക. അവളെ നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. 3-4 മാസം കഴിഞ്ഞ് സുഹൃത്ത് രാജനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, രാജ, നീ ഇതുവരെയും ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചില്ലേ? രാജൻ നിരാശയോടെ പറഞ്ഞു, എൻ്റെ അമ്മയെപ്പോലുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തിയിരുന്നു. അമ്മയ്ക്ക് അവളെ ഇഷ്ടപ്പെടുകയും ചെയ്തു. സുഹൃത്ത് അപ്പോൾ ചോദിച്ചു, പിന്നെ എന്താണ് പ്രശ്നം? അവൾ അമ്മയെപ്പോലെ ആയതുകൊണ്ട് എൻ്റെ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. ഒരു മുത്തച്ഛൻ തന്റെ മകനോടും കൊച്ചുമക്കളോടുമൊപ്പം ജീവിക്കുകയായിരുന്നു. കാലം കടന്നുപോയി. മുത്തച്ഛന് പ്രായമേറെയായി. കൈകൾ വിറച്ചു തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോൾ കുറെ പുറത്തു പോകും. ഒരു ദിവസം കുറെ അതിഥികൾ വീട്ടിൽ വന്നു. എല്ലാവരും കൂടി ഭക്ഷണത്തിനിരുന്നു. മുത്തച്ഛൻ പാത്രം കയ്യിലെടുത്തപ്പോൾ താഴെ വീണു പൊട്ടി. ഭക്ഷണം മേശപ്പുറത്തും അതിഥികളുടെ വസ്ത്രത്തിലും വീണു. അതിഥികൾ പോയി കഴിഞ്ഞപ്പോൾ മകൻ പറഞ്ഞു, അച്ഛൻ ഇനി ഊണുമേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട. ആഹാരം അച്ഛനെ മുറിയിൽ തന്നുകൊള്ളാം. താഴെ വീണാൽ പൊട്ടാത്ത ഒരു പാത്രവും തരാം. മുത്തച്ഛന്റെ ജീവിതം തന്റെ മുറിയിലായി ഒതുങ്ങി. ഏതാനും നാൾ കഴിഞ്ഞു അദ്ദേഹം മരിച്ചു. മരണാനന്തര ക്രിയകൾക്ക് ശേഷം മുത്തച്ഛന്റെ മുറി വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇളയ കൊച്ചുമകൻ മുത്തശ്ശന്റെ പാത്രമെടുത്ത് കഴുകി വൃത്തിയാക്കി. ഇതുകൊണ്ട് അവന്റെ അച്ഛൻ പറഞ്ഞു, നീ എന്തിനാണ് അതെടുക്കുന്നത്? പഴയ പാത്രങ്ങൾ എടുക്കുന്നവർ വരുമ്പോൾ കൊടുക്കാം. കുട്ടി പറഞ്ഞു, ഞാനിത് സൂക്ഷിച്ചു വെക്കുന്നത് അച്ഛന് വേണ്ടിയാണ്. നല്ലവനായ വിൽസൺ മരിച്ചു. സ്വർഗ കവാടത്തിൽ വെച്ച് വിശുദ്ധ പത്രോസ് അദ്ദേഹത്തെ സസന്തോഷം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാഗതം വിൽസൺ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പോകാം. വേണമെങ്കിൽ നരകത്തിൽ ഒരു സന്ദർശനം നടത്തിയ ശേഷം സ്വർഗത്തിലേക്ക് പോകാം. വിൽസൺ പറഞ്ഞു, ശരി, നരകമൊന്ന് കണ്ടുകളയാം. അവർ രണ്ടുപേരും കൂടി താഴേക്കുള്ള കൽപ്പടവുകൾ ഇറങ്ങി അവസാനം ഒരു കൂറ്റൻ വാതിലിൻ്റെ മുമ്പിലെത്തി. വിശുദ്ധ പത്രോസ് വാതിൽ തള്ളി തുറന്നു. നരകത്തിലപ്പോൾ ഭക്ഷണ സമയമായിരുന്നു. വലിയൊരു മേശയുടെ മുമ്പിൽ എല്ലാവരും ഇരിക്കുന്നു. സ്വാദിഷ്ടമായ അനേകം വിഭവങ്ങൾ മേശയിൽ നിരത്തി വച്ചിട്ടുണ്ട്. പക്ഷേ ആരുടെ മുഖത്തും ഒരു സന്തോഷമില്ല. എല്ലാവരും ക്ഷീണിച്ച് അവശരായിരിക്കുന്നു. മുറുമുറുപ്പും ശകാര വചനങ്ങളും കേൾക്കുന്നു. വിൽസൺ അത്ഭുതപ്പെട്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ എല്ലാവരുടെയും വലതു കൈയിൽ വളരെ നീളമുള്ള ഒരു സ്പൂൺ കെട്ടിവെച്ചിരിക്കുന്നു. ഇടതു കൈയിൽ നീളമുള്ള ഫോർക്കും. ആർക്കും ഭക്ഷണം എടുത്ത് വായിൽ വയ്ക്കാൻ സാധിക്കുന്നില്ല. അതാണ് നരകത്തിലെ അസ്വസ്ഥതയുടെ കാരണം. വിശുദ്ധ പത്രോസും വിൽസണും നരകത്തിൽ നിന്നും തിരിച്ച് സ്വർഗത്തിലേക്ക് നടന്നു. വിൽസൺ പറഞ്ഞു, നരകവാസികളുടെ കാര്യം കഷ്ടം തന്നെ. ആർക്കും ഭക്ഷണം എടുത്ത് വായിൽ വയ്ക്കാൻ സാധിക്കുന്നില്ല. നല്ല ഭക്ഷണമുണ്ടെങ്കിലും ആർക്കും കഴിക്കാൻ സാധിക്കുന്നില്ല. അവർ വിശപ്പുകൊണ്ട് വലയുന്നു. അങ്ങനെ അവർ സ്വർഗ കവാടത്തിൽ തിരിച്ചെത്തി. കവാടം തുറന്ന് അവർ അകത്തു കയറി. സ്വർഗത്തിലും ഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു. എല്ലാവരും തീന്മേശയ്ക്ക് മുമ്പിലിരിക്കുന്നു. നരകത്തിലെ പോലെ തന്നെ സ്വാദിഷ്ട വിഭവങ്ങൾ. വിൽസൺ സൂക്ഷിച്ചു നോക്കിയപ്പോൾ നരകത്തിലെ പോലെ തന്നെ എല്ലാവരുടെ കയ്യിലും നീളമുള്ള സ്പൂണും ഫോർക്കും കെട്ടിവെച്ചിരിക്കുന്നു. പക്ഷേ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ശാപവാക്കുകൾക്കും മുറുമുറുപ്പുകൾക്കും പകരം ചിരിയും തമാശ പറച്ചിലും. വിൽസൺ കാരണം കണ്ടുപിടിച്ചു. ഓരോരുത്തരും നീളമുള്ള സ്പൂണ് കൊണ്ട് ഭക്ഷണമെടുത്ത് വേറൊരാളുടെ വായിൽ വെച്ച് കൊടുക്കുന്നു. ഒരു ദിവസം ഒരു കൃഷിക്കാരന്റെ കഴുത വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കിണറ്റിൽ വീണു. ആഴമുള്ള ഒരു കിണറായിരുന്നു അത്. കൃഷിക്കാരൻ കഴുതയെ അന്വേഷിച്ച് നടന്നപ്പോൾ കിണറ്റിൽ നിന്നും കഴുതയുടെ കരച്ചിൽ കേട്ടു. കൃഷിക്കാരൻ കിണറ്റിലേക്ക് എത്തി നോക്കിയപ്പോൾ കഴുത അയാളെ നോക്കി ദയനീയമായി കരഞ്ഞു. കൃഷിക്കാരൻ ഇങ്ങനെ ചിന്തിച്ചു, ആഴമുള്ള കിണറാണത്. കഴുതയെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ വലിയ പണിയാണ്. കഴുതയാണെങ്കിൽ വയസ്സനാണ് താനും. അയാൾ പണിക്കാരെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു, എന്തായാലും ഞാൻ ആ കിണറ് മണ്ണിട്ട് മൂടാൻ തീരുമാനിക്കുകയായിരുന്നു. അത് ഇപ്പോൾ തന്നെ ചെയ്തേക്കാം.
കൂട്ടത്തിൽ ആ വയസ്സൻ കഴുതയെ കൂടി മൂടിക്കളഞ്ഞേക്കാം. പണിക്കാർ കിണറ്റിലേക്ക് മണ്ണ് വലിച്ചിടാൻ തുടങ്ങി. മണ്ണ് പുറത്തു വീണപ്പോൾ കഴുത ദയനീയമായി കരഞ്ഞു. കൃഷിക്കാരനും പണിക്കാരനും കൂടി മണ്ണിടൽ തുടർന്നു. കുറെ കഴിഞ്ഞ് കൃഷിക്കാരൻ കിണറ്റിലേക്ക് നോക്കി. അയാൾ അത്ഭുതപ്പെട്ടുപോയി. ഓരോ തൂമ്പ മണ്ണും പുറത്തു വീഴുമ്പോൾ കഴുത അത് കുടഞ്ഞു കളയുന്നു. അങ്ങനെ കുടഞ്ഞു കളഞ്ഞ മണ്ണുകൊണ്ട് കിണർ പകുതിയോളം നിറഞ്ഞിരിക്കുന്നു. കഴുത അതിന്റെ മുകളിൽ നിൽക്കുന്നു. ആശ്രമത്തിലെ ആ ഗുരു വളരെ അത്ഭുത സിദ്ധികളുള്ള ഒരാളായിരുന്നു. നിരവധി ശിഷ്യസമ്പത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയുടെയും അവസാനം ആ ഗുരു എങ്ങോട്ടോ പോകുന്നത് അവിടെയുള്ള ശിഷ്യന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പോയതിന് ശേഷം ഗുരു തിരികെ എത്തുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അത്ഭുത സിദ്ധികളുള്ള ആളായതിനാൽ ഈശ്വരനെ നേരിട്ട് കാണാൻ പോകുന്നതായിരിക്കുമെന്ന് ശിഷ്യന്മാരുടെ ഇടയിൽ പൊതു സംസാരമുണ്ടായി. ഒരിക്കൽ ഒരു വാരാന്ത്യത്തിൽ ഗുരു ഇങ്ങനെ പോയപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ അദ്ദേഹത്തെ പിന്തുടർന്നു. ഗുരു ഒരു കൃഷിക്കാരൻ്റെ വേഷത്തിൽ ഗ്രാമാതിർത്തിയിലുള്ള ഒരു കുടിലിലാണ് എത്തിയത്. അവിടെ തളർന്ന് അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരു വൃദ്ധയുണ്ടായിരുന്നു. ആ ഗുരു അവരെ കുളിപ്പിച്ച് മരുന്നുകളും നൽകി ഭക്ഷണവും ഉണ്ടാക്കി വെച്ച് തിരികെ പോന്നു. ഗുരുവിനെ രഹസ്യമായി പിന്തുടർന്ന ശിഷ്യൻ തിരികെ ആശ്രമത്തിലെത്തി. മറ്റുള്ള ശിഷ്യന്മാർ ആകാംക്ഷയോടെ ചോദിച്ചു, ഗുരു എവിടേക്കാണ് പോയത്? സ്വർഗത്തിലേക്കായിരുന്നോ? ഈശ്വരനെ കണ്ടോ? ആ ശിഷ്യൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലത്തായിരുന്നു അദ്ദേഹം പോയിരുന്നത്. നന്മയുടെ വിശുദ്ധി അതിൻ്റെ രഹസ്യഭാവമാണ്. കൊടിതോരണങ്ങൾ കെട്ടി വിളംബരജാഥകൾ നടത്തി ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഉദ്ദേശ്യം ചോദ്യം ചെയ്യപ്പെടും. താൻ ആരാണെന്ന് ആരെയും അറിയിക്കാതെ ചെയ്ത കർമ്മങ്ങളുടെ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കടന്നു പോകുന്നവരുടെ കാലിൽ നമസ്കരിക്കണം. അവരണിഞ്ഞ വേഷങ്ങളിൽ കാരുണ്യത്തിൻ്റെ മുഖമുണ്ട്. മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പമാർഗം ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം സൃഷ്ടിക്കുക എന്നതാണ്. ഒരു മരണാനന്തര ബഹുമതിയായി മാത്രം സ്വർഗത്തെ വ്യാഖ്യാനിക്കരുത്. ആയുസ് അവസാനിച്ചതിന് ശേഷം എവിടെയെത്തി എന്നതുപോലെ പ്രധാനമാണ് ആയുസ് ശേഷിക്കുന്നവർക്ക് വേണ്ടി എന്ത് അവശേഷിപ്പിക്കുന്നു എന്നതും. സ്വർഗം കരസ്ഥമാക്കാൻ മാത്രമായുള്ള നിർബന്ധിത കർമ്മങ്ങൾ ചെയ്യുന്നതിലെ ശ്രദ്ധയും ഉത്സാഹവും അനുദിന ജീവിതത്തിലെ അനിവാര്യമായ സത്കർമ്മങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വർഗം താഴേക്കിറങ്ങി വന്നേനെ. സ്വർഗത്തിലെത്തുക എന്നത് ഒരു സ്വകാര്യ നേട്ടമാകാം, എന്നാൽ സ്വർഗം സൃഷ്ടിക്കുക എന്നതാണ് സാമൂഹിക നന്മ.